നമസ്കാരം. എൻ്റെ പേര് ആദർശ്. വെൽക്കം ടു മൈ ന്യൂമറോളജി ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ന്യൂമറോളജി അനാലിസിസ് ആണ്. ഞാൻ എൻ്റെ കമൻസിൽ എല്ലാ വീഡിയോസിൻ്റെ താഴെ ഞാൻ സ്ഥിരമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തരുവാണെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് അനലൈസ് ചെയ്യാമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞതിൻ്റെ പ്രകാരം എനിക്കൊരു ഡേറ്റ് ഓഫ് ബർത്ത് ഒരു ഫ്രണ്ട് കമൻറ്റ് ചെയ്തായിരുന്നു. അപ്പം മുഹമ്മദ് സാദിൻ്റെ ഡേറ്റ് ഓഫ് ബർത്താണ് ഫസ്റ്റ് ന്യൂമറോളജി അനാലിസിസ് നോക്കുന്നത്. അപ്പം മുഹമ്മദ് സാദ് ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത് 7/1/2019 ആണ്. ഞാനിപ്പോൾ വരയ്ക്കുന്നത് ലോഷു ഗ്രിഡാണ്, ബർത്ത് ചാർട്ടാണ്. ന്യൂമറോളജിയിൽ മിസ്സിങ് എലമെൻറ്റ്സും മിസ്സിങ് നമ്പേഴ്സൊക്കെ നോക്കാൻ സഹായിക്കുന്നൊരു ഗ്രിഡാണ്. ഇതൊരു 3x3 ഗ്രിഡാണ്, ലോഷു ഗ്രിഡ്. എല്ലാ സ്ക്വയർസും 15 സം ആവുന്ന ഒരു ഗ്രിഡ്, സ്പെഷ്യൽ ഗ്രിഡാണ് ലോഷു സ്ക്വയർ. ലോഷു ഗ്രിഡിനെ കുറിച്ച് ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഇതിപ്പം ഈ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് ലോഷു ഗ്രിഡ് ഫില്ല് ചെയ്യുവാണ്. അപ്പോൾ 7 നമ്പർ, 1 നമ്പർ, 2 നമ്പർ, 1 നമ്പർ, 9. അപ്പോൾ മുഹമ്മദ് സാദിൻ്റെ ലോഷു ഗ്രിഡിൽ നമ്പേഴ്സ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പം മുഹമ്മദ് സാദിൻ്റെ മിസ്സിങ് നമ്പേഴ്സ് വരുന്നത് 4 നമ്പർ മിസ്സിങ് ആണ്, 3 നമ്പർ മിസ്സിങ് ആണ്, 8 നമ്പർ മിസ്സിങ് ആണ്, 5 നമ്പർ മിസ്സിങ് ആണ്, 6 നമ്പർ മിസ്സിങ് ആണ്. അപ്പോൾ 4, 3, 8, 5, 6 നമ്പേഴ്സ്, ഇത്രയും നമ്പേഴ്സാണ് മുഹമ്മദ് സാദിൻ്റെ 2019 ജനിച്ചത്. അപ്പം കുഞ്ഞു കൊച്ചാണ്. കൊച്ചിൻ്റെ ന്യൂമറോളജി ഒന്നും സത്യം പറഞ്ഞാൽ നോക്കേണ്ട ആവശ്യമില്ല. ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് ഈ ന്യൂമറോളജി ആക്റ്റീവ് ആവുന്ന ഒരു പേഴ്സണാലിറ്റി രൂപീകരിക്കുന്ന ഏജൊക്കെ വരുന്ന ഒരു ടീനേജൊക്കെ കഴിഞ്ഞിട്ടാണ്, 18+ ഒക്കെ വരുമ്പോഴാണ്. എന്നാലും ജസ്റ്റ് പറയുവാണ്. അപ്പം ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഹെൽപ്ഫുൾ ആവണമെങ്കിൽ അന്ന് വെച്ച് പറയുവാണ്, അല്ലാതെ ഇതൊന്നും ജസ്റ്റ് നമ്പേഴ്സിൻ്റെ ഇതാണ്. അപ്പോൾ മുഹമ്മദ് സാദിൻ്റെ നെയിം നമ്പർ വരുന്നത് മുഹമ്മദ് സാദിൻ്റെ നെയിം നമ്പർ വരുന്നത് 42 ആണ്. 42 റെഡ്യൂസ് ചെയ്തിട്ട് 6 നമ്പർ വരുന്നുണ്ട്. അപ്പം ബർത്ത് ചാർട്ടിൽ മുഹമ്മദ് സാദിൻ്റെ ബർത്ത് ചാർട്ടിൽ 6 നമ്പർ മിസ്സിങ് ആണ്. എങ്കിൽ കൂടിയും നെയിം നമ്പറിൽ 6 വരുന്നതോടുകൂടി ഒരുവിധം 6 നമ്പർ ഗ്രിഡിൽ ഫില്ലാവുന്നതാണ്. ഈ 6 നമ്പർ ഇനി മിസ്സിങ് നമ്പേഴ്സിൻ്റെ ഇമ്പാക്ട്സ് പറയാം. ഫസ്റ്റ് മുഹമ്മദ് സാദിൻ്റെ ബർത്ത് നമ്പർ വരുന്നത് 7 ആണ്. ബർത്ത് നമ്പർ 7. ലൈഫ് പാത്ത് നമ്പർ വരുന്നത് എന്ന് പറയുമ്പം 7+1+7+1+2+1+9, അതായത് ഫുൾ ഡേറ്റ് ഓഫ് ബർത്ത് കൂട്ടുമ്പോൾ കിട്ടുന്ന ഒരു സംഖ്യയാണ് ലൈഫ് പാത്ത് നമ്പർ. അപ്പോൾ 7+1+2+1+9, 10, 11, 12, 13 + 7, 20 ആണ് വരുന്നത്. അത് റെഡ്യൂസ് ചെയ്ത് 2 ആണ് വരുന്നത്. അപ്പോൾ ബർത്ത് നമ്പർ 7ഉം ലൈഫ് പാത്ത് നമ്പർ 2ഉം. ഇനി മുഹമ്മദ് സാദിൻ്റെ കുവ നമ്പർ വരുന്നത് എത്രയാ? മുഹമ്മദ് സാദ് മെയിലാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം മെയിലിൻ്റെ കുവ നമ്പർ വരുന്നത് 2000 ഇയർ ഓഫ് ബർത്ത് 2019 -11 അല്ല 2019 ഫസ്റ്റ് സമ്മ് കണ്ടുപിടിക്കണം. അപ്പം 9 + 1 10, 10 + 2 11, 12 റെഡ്യൂസ് ചെയ്യുമ്പോൾ 3 കിട്ടും. അപ്പം കുവ നമ്പർ കണ്ടുപിടിക്കാൻ മെയിലിനാണെങ്കിൽ 11 - 3, അപ്പോൾ 8 ആണ് മുഹമ്മദ് സാദിൻ്റെ കുവ നമ്പർ വരുന്നത്. ബർത്ത് നമ്പർ വരുന്നത് 7, അതായത്
7 ഞാൻ എൻ്റെ ബർത്ത് നമ്പർ സീരീസ് വീഡിയോ കണ്ടവർക്കറിയാം 7ൻ്റെ ക്വാളിറ്റീസ് എല്ലാം വരുന്നതാണ് മുഹമ്മദ് സാദ്. അപ്പോൾ ഭയങ്കര ഡീപ്പായിട്ട് തിങ്ക് ചെയ്യുന്ന ആളാണ്, സ്പിരിച്വൽ പേഴ്സൺ ആണ്, ഭയങ്കര വിസ്ഡമുള്ള കുട്ടിയാണ് മുഹമ്മദ് സാദ്. ചെറുപ്പത്തിലെ അവന് സ്പിരിച്വൽ ടീച്ചിങ്സും അതൊക്കെ ഫോളോ ചെയ്യുന്നത് അവന് ലൈഫിൽ കുറേയൊക്കെ നല്ലത് വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മുഹമ്മദ് സാദിൻ്റെ 7 വരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടാണ്. അപ്പം മുഹമ്മദ് സാദിന് നല്ല ഇൻറ്റ്യൂഷനുള്ള കുട്ടിയാണ്, ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു കൊച്ചാണ്. ആളുകൾക്ക് ചില സമയത്ത് ഈ പേഴ്സണാലിറ്റി ആളുകളോട് അധികം സംസാരിക്കാനൊക്കെ മടിക്കും, പക്ഷേ ഇവർ ഭയങ്കര ഡീപ്പായിട്ട് ഇവർക്ക് ഇൻറ്റ്യൂഷൻ പവർ ഉള്ളൊരു കുട്ടിയാണ് മുഹമ്മദ് സാദ്. മുഹമ്മദ് സാദിൻ്റെ ലൈഫ് പാത്ത് നമ്പർ വരുന്നത് 2 ആണ്. അപ്പോൾ 2 ലൈഫ് പാത്ത് വരുന്നവർക്ക് 2 ചന്ദ്രനെയാണ് ന്യൂമറോളജി പ്രകാരം മൂണിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം മൂൺ മൈൻഡ്, അമ്മ, അങ്ങനെയൊക്കെ എല്ലാം പറയുന്നൊരു നമ്പറാണ്. മൈൻഡിനെ റെപ്രസെന്റ് ചെയ്യാനും മദറിനെ റെപ്രസെന്റ് ചെയ്യുന്നതൊക്കെ ഒരു നമ്പറാണ്. ഭയങ്കര ഇൻറ്റ്യൂഷൻ അഗെയിൻ മൂൺ ഇൻറ്റ്യൂഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു നമ്പറാണ്. അപ്പം മുഹമ്മദ് സാദ് ഭയങ്കര ഇൻറ്റ്യൂഷനൊക്കെ നിറഞ്ഞൊരു കുട്ടിയായിരിക്കും, അമ്മയോട് ഭയങ്കര സ്നേഹമുള്ള കുട്ടിയായിരിക്കും, ഭയങ്കര ഇമോഷണൽ ആയിരിക്കും, സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടിയായിരിക്കും. ഇപ്പം വഴക്കൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് സങ്കടം വരികയോ വിഷം വരികയോ അങ്ങനെ കൂടുതലായിട്ട് ഇമോഷണൽ ആയിട്ടുള്ളൊരു കുട്ടിയായിരിക്കും. അപ്പം പിന്നെ കാര്യങ്ങൾ നല്ല അറിവുള്ള കുട്ടിയായിരിക്കും. അപ്പോൾ കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചെടുക്കാനും പൊതുവെ എല്ലാം ആലോചിച്ചും ഇമോഷൻസ് എല്ലാം കൺട്രോളായി മനസ്സിലാക്കാനുള്ളൊരു ന്യൂമറോളജി പ്രകാരം ഒരു അനുഗ്രഹമുള്ള ഒരു കുട്ടിയാണ് മുഹമ്മദ് സാദ്. അതായത് വാട്ടർ റിലേറ്റഡ് ജോബ്സ്, മറൈൻ എഞ്ചിനീയറിങ്, അങ്ങനത്തെ ഫീൽഡ്സ് എല്ലാം നല്ലതാണ് മുഹമ്മദ് സാദിന്. 2 റെപ്രസെന്റ് ചെയ്യുന്ന മൂണാണ്. അപ്പം മൂൺ ഒരു വാട്ടറി പ്ലാന്റ് ആണ്. അപ്പം ലിക്വിഡ് റിലേറ്റഡ് ഫീൽഡ്സ് ഉള്ള ജോബ്സ് എല്ലാം നല്ലതാണ്. ഇപ്പം എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു ജ്യൂസ് ഷോപ്പ്, മിൽക്ക്, അങ്ങനെ മെറൈൻ എഞ്ചിനീയറിങ്, അങ്ങനത്തെ ജോബ്സ് എല്ലാം മുഹമ്മദ് സാദിന് നല്ലതാണ്. പിന്നെ മൂൺ ടെക്സ്റ്റൈൽസ് ഷോപ്പ്, അങ്ങനത്തെ നല്ലതാണ്. അങ്ങനത്തെ ഫീൽഡ്സും റെപ്രസെന്റ് ചെയ്യും. അപ്പം പിന്നെ മുഹമ്മദ് സാദിന്റെ കുവാ നമ്പർ വരുന്നത് 8 ആണ്. മിസ്സിംഗ് നമ്പേഴ്സ് 4, 3, 8, 5, 6 ആണ്. അപ്പോൾ 8 ഗ്രിഡിൽ ബർത്ത് ചാർട്ടിൽ മിസ്സിംഗ് ആണെങ്കിൽ കൂടി കുവാ നമ്പർ വഴി മുഹമ്മദ് സാദിന് 8 നമ്പർ ലഭിക്കുന്നുണ്ട്. അപ്പം കുവാ നമ്പറിൽ ഒരു 20% ആ 8 നമ്പർ ആക്റ്റീവ് ആണ്. റെമഡീസ് ഞാൻ ഇനി ഷെയർ ചെയ്യാം. അതായത് മുഹമ്മദ് സാദ് ലൈഫിൽ ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ന്യൂമറോളജി പ്രകാരമുള്ള റെമഡീസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്പർ 3 മിസ്സിംഗ് ആണ്. അപ്പം ന്യൂമറോളജി പ്രകാരം നമ്പർ 3 വുഡ് എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പം ഏതെങ്കിലും ഒരു വുഡൻ ബ്രേസ്ലെറ്റോ വുഡൻ പെന്നോ അപ്പം എഴുതുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു വുഡൻ പെന്നൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ 3 നമ്പർ മിസ്സിംഗ്, 3 പൊതുവെ ഒരു ഇപ്പോൾ ടീച്ചേഴ്സിനെയൊക്കെ റെസ്പെക്ട് ചെയ്യണം മുഹമ്മദ് സാദ്. മുതിർന്ന ആൾക്കാരും ടീച്ചേഴ്സും അങ്ങനെ ഗൈഡൻസ് തരുന്ന ആൾക്കാരെയൊക്കെ റെസ്പെക്ട് ചെയ്യുന്നത് ഈ മിസ്സിംഗ് നമ്പർ 3 ഏറെക്കുറെ ഹെൽപ്ഫുൾ ആവും. പിന്നെ മിസ്സിംഗ് നമ്പർ 4ലെ റെമഡി സെയിം ആണ്, വുഡൻ എലമെന്റ് ആണ്. ലോഷോ ഗ്രിഡിൽ 4 നമ്പർ വുഡൻ എലമെന്റ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ അഗൈൻ ഒരു വുഡൻ ബ്രേസ്ലെറ്റോ വുഡൻ പെന്നൊക്കെ എഴുതുമ്പോഴൊക്കെ യൂസ് ആക്കുന്നത് നല്ലതാണ് മുഹമ്മദ് സാദിന്. നമ്പർ 4 ഞാൻ ബർത്ത് നമ്പർ സീരീസിൽ പറഞ്ഞ പോലെ തന്നെ രാഹുവിനെ റെപ്രസെന്റ് ചെയ്യും. അപ്പം സറൗണ്ടിങ്സും ചുറ്റുപാടും വീടും എല്ലാം വൃത്തിയാക്കി സൂക്ഷിക്കാനും മുഹമ്മദ് സാദിന്റെ റൂമെല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കാനും കാര്യങ്ങളെല്ലാം ഡിസിപ്ലിൻ കുറവാണ് പൊതുവെ ലൈഫിൽ. അപ്പോൾ കാര്യങ്ങളൊക്കെ ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യാനെല്ലാം ശ്രദ്ധിക്കണം. അപ്പം സറൗണ്ടിങ്സ് ഒക്കെ ക്ലീൻ ആയിട്ട് വയ്ക്കാൻ ശ്രമിക്കുക. അപ്പം കുട്ടിക്ക് നല്ല സപ്പോർട്ടായിരിക്കും. പിന്നെ ബർത്ത് നമ്പർ 5 മിസ്സിംഗ് ആണ്. അപ്പം ബാലൻസ് ആണ് ബർത്ത് നമ്പർ 5. അപ്പം ലൈഫിൽ ബാലൻസ് തരുന്നൊരു നമ്പറാണ് 5. അപ്പം അത് മിസ്സിംഗ് ആവുന്നതോടുകൂടി
ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതെ പോകും. ഇപ്പം മെയിനായിട്ട് മെയിനായിട്ട് നമ്പർ 5 കൊണ്ടുവരാൻ ശ്രമിക്കുക. എങ്ങനെ കൊണ്ടുവരാന്ന് പറയുമ്പോൾ ലോഷോ ഗ്രിഡിൽ ന്യൂമറോളജി പ്രകാരം എർത്ത് എലമെന്റ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്വാർട്സ് ക്രിസ്റ്റലോ ഗ്രീൻ അവഞ്ചറിന്റെ ബ്രേസ്ലെറ്റോ ഒക്കെ ധരിക്കുന്നത് നല്ലതായിരിക്കും. ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടല്ലോ, വീട്ടിനകത്ത് വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ്സ്, അതെല്ലാം സെൻട്രലായിട്ട് വളർത്തുന്നത് നല്ലതായിരിക്കും. സെൻട്രലായിട്ട് ഇലക്ട്രിക് ഐറ്റംസ് ഒക്കെ ഒന്നും യൂസ് ആക്കാതെ ശ്രദ്ധിക്കണം. ഇലക്ട്രിക് ഉപകരണങ്ങളോ എന്തെങ്കിലും വീടിന്റെ സെൻട്രലായിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം. 6 നമ്പർ മിസ്സിംഗ് ആണ്. ഞാൻ ബർത്ത് നമ്പർ സീരീസിൽ പറഞ്ഞ പോലെ തന്നെ അഗെയിൻ 6 നമ്പർ വീനസിനെ റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ലക്ഷറി, ലവ്, റിലേഷൻഷിപ്സ്, കംഫർട്ട് എല്ലാം റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പ്ലാനറ്റ് ആണ്. അപ്പം ആ നമ്പർ മിസ്സിംഗ് ആവുന്നതോട് കൂടി ഇതെല്ലാം ഒന്ന് പുറകിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഒരു മെറ്റൽ എലമെന്റ് ആണ് ലോഷോ ഗ്രിഡ് ന്യൂമറോളജി പ്രകാരം 6 നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ഒരു മെറ്റൽ ഗോൾഡൻ ചെയിൻ ഉള്ള ഒരു വാച്ചോ ബ്രേസ്ലെറ്റോ ഒക്കെ ധരിക്കുന്നത് നല്ലതായിരിക്കും. നല്ല ഗ്രൂമിങ് ആയിരിക്കണം എപ്പോഴും. നല്ല ഗ്രൂമിങ്, നല്ല വൃത്തിയായിട്ടും നല്ല സുഗന്ധമുള്ള നല്ല അത്തറോ നല്ല പെർഫ്യൂം ഒക്കെ യൂസ് ചെയ്യുന്നത് വീനസ് പ്ലാനറ്റിന് ഇമ്പ്രൂവ് ആവും. അപ്പം പിന്നെ വീനസ് പ്ലാനറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ലേഡീസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ലൈഫിലുള്ള ലേഡീസും സ്ത്രീകളെയൊക്കെ റെസ്പെക്ട് ചെയ്യണം. ഇപ്പം ലേഡീസിനും സ്ത്രീകൾക്കൊക്കെ റെസ്പെക്ട് കൊടുക്കുവാണെങ്കിൽ നമ്പർ 6 കുറേയൊക്കെ ഇമ്പ്രൂവ് ആവും ലൈഫിൽ. പിന്നെ വരുന്നത് മിസ്സിംഗ് നമ്പർ 8 ആണ്. 8 ശനി. 8 ബർത്ത് സീരീസ് സ്റ്റാർട്ട് ചെയ്തില്ല, ഇനി പറയും. ഇനി 8 ന്യൂമറോളജി പ്രകാരം റെപ്രസെന്റ് ചെയ്യുന്നത് ശനിയാണ്. അപ്പോൾ മുഹമ്മദ് സാദ് നല്ല ഹാർഡ് വർക്ക് ചെയ്താലേ ലൈഫിൽ സക്സസ്ഫുൾ ആവും. നല്ല ഹാർഡ് വർക്കിന്റെ ആവശ്യമുള്ള ഒരു കുട്ടിയാണ് മുഹമ്മദ് സാദ്. മടിയനാകാതെ ശ്രദ്ധിക്കണം. കാരണം 2 നമ്പർ വരുന്നതോടുകൂടി മുഹമ്മദ് സാദിന്റെ ലൈഫ് പാത്ത് നമ്പർ 2 ആണ് വരുന്നത്. അപ്പം മടിയനാകാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അപ്പം നല്ല ഹാർഡ് വർക്ക് ആവണം, നല്ല ഡിസിപ്ലിൻ വേണം. 4 നമ്പറിന്റെ ക്വാളിറ്റിയാണ് ഡിസിപ്ലിൻ. അപ്പോൾ ലൈഫിൽ ഒരിക്കലും ഹാർഡ് വർക്ക് ചെയ്യാൻ മടിക്കരുത്. പിന്നെ ലേബർ ക്ലാസ്, നമ്മുടെ താഴ്ന്ന ആൾക്കാർ, അതായത് സൊസൈറ്റിയിൽ താഴ്ന്നതെന്ന് കരുതുന്ന ആൾക്കാർ ലോവർ ക്ലാസ്സിനെയൊക്കെ റെസ്പെക്ട് ചെയ്യണം. പിന്നെ സാറ്റർഡേസ് ആണ് ശനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ദിവസം. അപ്പം സാറ്റർഡേസ് ഫാസ്റ്റിങ്ങോ ഉപവാസമോ ഒക്കെ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നത് കുറച്ചുകൂടിയൊക്കെ നല്ലതായിരിക്കും. കുറച്ചുകൂടെയൊക്കെ ഇപ്പോൾ സപ്പോർട്ട് ഉണ്ടാവും. മിസ്സിംഗ് നമ്പർ 8ന്റെ സപ്പോർട്ട് കുറച്ചുകൂടെ ഉണ്ടാവും, ലൈഫിൽ വരും. അപ്പം ഇത്രയാണ് എനിക്ക് റെമഡീസിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. പൊതുവെ നോക്കുവാണെങ്കിൽ നല്ലൊരു വിസ്ഡവും ഇൻറ്റ്യൂഷനും എല്ലാം ചേർന്നൊരു കുട്ടിയാണ് മുഹമ്മദ് സാദ്. അപ്പം ഇത്രയും കാര്യങ്ങളോട് ചെയ്താൽ ലൈഫ് കുറെ കൂടെയൊക്കെ ഇമ്പ്രൂവ് ആവും. ഈ റെമഡീസ് ഒക്കെ ചെയ്തിട്ട് എങ്ങനെ ലൈഫും ഇമ്പ്രൂവ് ആയെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യണം. അപ്പം നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും സബ്സ്ക്രിപ്ഷനൊക്കെയാണ് എനിക്ക് മുന്നോട്ടും വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം. അപ്പം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിലും കമൻസിൽ അറിയിക്കണം. നന്ദി, നമസ്കാരം, താങ്ക് യു.